സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലേക്ക്. സർക്കാരിന് കൂടി താൽപര്യമുള്ള ആളുകളെ ഗവർണർ നിയമിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവർ ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. തമ്മിൽ ചർച്ച ചെയ്ത സമവായത്തിലെത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും വീണ്ടും ഗവർണറെ കാണാനെത്തിയത്. സ്ഥിരം വി സി നിയമനത്തിലും താൽക്കാലിക വി സി നിയമനത്തിലും സമവായം വേണമെന്ന് മന്ത്രിമാർ ചാൻസലറോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ രാജ്ഭവനിൽ നേരിട്ടെത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുനിന്നു. സ്ഥിരം വി സി നിയമനത്തിൽ തീരുമാനം ഏകപക്ഷീയമാകരുത് എന്നതാണ് മന്ത്രിമാർ മുന്നോട്ട് വെച്ച ആവശ്യം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന വാദവും മന്ത്രിമാർ ഗവർണർക്ക് മുന്നിൽ വെച്ചു. എന്നാൽ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്ന ഗവർണറുടെ മറുപടി. ചർച്ചയിലൂടെ തന്നെ സ്ഥിരം വി സിയെ കണ്ടെത്താമെന്നും ഗവർണർ അറിയിച്ചു. ചർച്ചകൾ തുടരുമെന്ന് മന്ത്രി പി രാജീവ്. കേരള അടക്കമുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷമുള്ള സർക്കാരിന്റെയും രാജ്ഭവന്റെയും നിലപാടുകൾ നിർണായകമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.